കാലിലെ വേദനയെ കടിച്ചമർത്തി വേച്ചുവെച്ച് അയാൾ ടച്ച് ലൈനിന് അരികിലേക്ക് നടന്നെടുത്തു. ക്രിസ്ത്യാനോ മുറിവേറ്റ സിംഹത്തെപ്പോലെ നിസ്സഹായനായ അയാളെ നോക്കി നിൽക്കുന്നു. ഇളകിമറിയുന്ന ക്യാമിനോ കൊതി തീരുവോളം ആ നീളൻ മുടിക്കാരനെ നോക്കി നിന്നു. ആത്മവിശ്വാസമെല്ലാം തകർന്ന് ഒരു വാക്കുപോലും ഉരിയാടാനാകാതെ ഡഗൌട്ടിൻ്റെ ഇരുട്ടിൽ ഇരിക്കുകയാണ് ഹൊസെ മൊറീഞ്ഞോ. അന്നേരം ക്യാമിനോവിലെ സ്ക്രീനിൽ തിളങ്ങുന്ന മഞ്ഞ അക്ഷരങ്ങളാൽ തെളിഞ്ഞു: ബാഴ്സലോണ 5, റയൽ മാഡ്രിഡ് 0. മുടന്തിയുള്ള ആ നടപ്പിന് എന്താണ് ഇത്ര പ്രത്യേകതയെന്ന് ചോദിച്ചാൽ അതിനു മുമ്പുള്ള 90 മിനിറ്റുകൾ അയാൾ ചെയ്തത് എന്താണെന്നറിയണം. ആ 90 മിനിറ്റുകളിൽ കറ്റാലൻ പുൽത്തകടി സാക്ഷ്യം വഹിച്ചത് ഫുട്ബോളിലെ ഏറ്റവും ശാന്തവും അതേസമയം നിഷ്ഠൂരവുമായ ഒരു കൂട്ടക്കൊലക്കായിരുന്നു. യെസ്, പോയറ്റിക് കില്ലിംഗ്. എതിരാളികളുടെ വലയിലേക്ക് ഒരു ഗോൾ പോലും അടിച്ചു കയറ്റാതെയും ഒരു കളിക്കാരന് എങ്ങനെ ഹീറോയാകാമെന്ന് ലയണൽ ആന്ദ്രേസ് മെസ്സി കാണിച്ചു കൊടുത്ത രാത്രി. 2010 നവംബർ 29 ബാഴ്സലോണയുടെ കിരീടവാഴ്ചയും ലോകം വാഴ്ത്തിയ പെപ് ഗാർഡിയോളയുടെ ടിക്കി ടാക്കയും തച്ചുടക്കാൻ റയൽ പ്രസിഡന്റ് അവതരിപ്പിച്ച ഫിഗറായിരുന്നു ദി സ്പെഷ്യൽ വൺ ഹൊസെ മൊറീഞ്ഞോ. തൊട്ടുമുമ്പുള്ള സീസണിൽ ഇന്റർ മിലാൻ കോച്ചായി ബാഴ്സയെ ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ മുട്ടുകുത്തിച്ചതിൻ്റെ പകിട്ടുണ്ടെന്ന അയാൾക്ക്. അന്ന് ക്യാമിനോവിൻ്റെ പുൽത്തകടിയിലൂടെ വിരൽ ആകാശത്തേക്ക് ചൂണ്ടി അഹങ്കാരത്തോടുകൂടി അയാളെ കാറ്റലോണിയക്കാരും മറന്നിട്ടില്ലായിരുന്നു. അയാൾ നൽകിയ വേദന ഓരോ ബാഴ്സലോണ ആരാധകൻ്റെയും കളിക്കാരൻ്റെയും നെഞ്ചിൽ ഒരു കനലായി കത്തുന്നുണ്ട്. മൗറീഞ്ഞോ റയൽ കോച്ചായതോടെ അതൊന്നുകൂടി ഇരട്ടിച്ചു. മറുവശത്തെ ബാഴ്സയുടെ അപ്രമാദിത്വത്തിന് ഒരു അറുതി റയൽ ആരാധകരും കാത്തിരിക്കുകയാണ്. ആ സ്പാനിഷ് സമ്മറിൽ സ്പാനിഷ് മാധ്യമങ്ങളെല്ലാം മൗറീഞ്ഞോക്ക് പിന്നാലെയാണ്. കാരണം 300 മില്യൺ യൂറോയിലധികം വിലമതിക്കുന്ന ഒരു ഗലറ്റിക്കോ സാമ്രാജ്യവുമായാണ് മൗറീഞ്ഞോ ഇക്കുറി വന്നത്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, റിക്കാർഡോ കാക്ക, കിങ് മെസ്യൂട്ട് ഓസിൽ, ഏഞ്ചൽ ഡി മരിയ, സാബി അലോൺസോ എന്നിങ്ങനെ അത് നീളുന്നു. തോൽവിയറിയാതെ കുതിച്ച റയൽ നിര കറ്റാലൻ മണ്ണിലേക്ക് വിമാനമിറങ്ങിയപ്പോൾ പലരും പ്രവചിച്ചു, ഈ കളിയിൽ ഏതു വിധേനയെങ്കിലും മൗറീഞ്ഞോ ബാഴ്സയെ കുത്തിവീഴ്ത്തു. തൊട്ടു മുമ്പുള്ള മത്സരത്തിൽ ബാഴ്സലോണ അൽമേരിയയെ എതിരില്ലാത്ത 8 ഗോളുകൾക്ക് തകർത്തിരുന്നു. മെസ്സി എന്ന് ഹാട്രിക്കും നേടി. റയലും മോശമാക്കിയിരുന്നില്ല. അത്ലറ്റിക്കോ ബിൽബാവോക്കെതിരെ 5-1 ജയിക്കുകയും റൊണാൾഡോ ഹാട്രിക് നേടുകയും ചെയ്തു. ആ മത്സരത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ ബാഴ്സയുടെ 8-0 വിജയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ക്രിസ്ത്യാനോയോട് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കെതിരെ അവർക്ക് 8 ഗോൾ അടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എന്നാൽ അപ്പുറത്ത് കാറ്റലോണിയയിൽ മറ്റൊരാൾ അതിനേക്കാൾ ഈ മത്സരത്തിനായി തയ്യാറെടുത്തിരുന്നു എന്നത് പലരും മറന്നുപോയി. കാരണം ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ മൗറീഞ്ഞോയുടെ ഏറ്റ തോൽവി പെപ് പേഴ്സണലായി എടുത്തിരുന്നു. അധികം ശബ്ദമുണ്ടാക്കാതെ ക്യാമിനോവിൻ്റെ അരമനകളിൽ ജോസഫ് പെപ് ഗാർഡിയോള മറ്റൊരു ബ്ലൂ പ്രിൻ്റ് ഒരുക്കി. ഹൈപ്പിൻ്റെ പരകോടിയിൽ മത്സരത്തിന് കിക്ക് ഓഫ് ഒരുങ്ങി. ആദ്യ സെക്കൻഡുകൾ മുതൽ മൗറീഞ്ഞോയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. കറ്റാലന്മാരുടെ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ എന്താണെന്ന് മൗറീഞ്ഞോ നേരിട്ടറിഞ്ഞു. ബാഴ്സ താരങ്ങളുടെ കാലുകളിൽ തുടക്കം മുതലേ ഒരു മന്ത്രച്ചരടിൽ കോർത്തതുപോലെ പന്ത് മാറി നടന്നു. പക്ഷേ മൗറീഞ്ഞോ ആത്മവിശ്വാസം വിട്ടില്ല. കാരണം പരമാവധി ഡിഫെൻഡ് ചെയ്ത് കിട്ടുന്ന അവസരങ്ങളിൽ കൗണ്ടർ അടിക്കുക എന്നതായിരുന്നു പ്ലാൻ. പക്ഷേ റയൽ ഡിഫൻസിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു അറ്റാക്കുകൾ. 5-ാം മിനിറ്റിൽ മെസ്സിയുടെ ഒരു ഷോട്ട് പോസ്റ്റ് ബാറിൽ ഇടിച്ചുപോയത് നെഞ്ചിൽ തീ കോരിയിട്ടു. പക്ഷേ ആ ആശ്വാസത്തിന് അധിക നേരമുണ്ടായിരുന്നില്ല. 10-ാം മിനിറ്റിൽ ഇനിയസ്റ്റ റയൽ പ്രതിരോധത്തിൻ്റെ വിടവിലൂടെ തൊടുത്തുവിട്ട മനോഹരമായ ത്രൂ പാസ് ഓടിയെത്തിയ സാവി ഫെർണാണ്ടസ് വരിയിലേക്ക് കോരിയിട്ടു. കളി തുടങ്ങി 10-ാം മിനിറ്റിൽ തന്നെ 1-0. റയൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. പക്ഷേ 17-ാം മിനിറ്റിൽ അടുത്ത പ്രഹരമെത്തി. 21-ലധികം കൃത്യമായ പാസുകൾക്കൊടുവിൽ ഡേവിഡ് വിയ ബോക്സിൻ്റെ ഇടതുവശത്തു നിന്ന് പായിച്ച ക്രോസ് ഐക്കർ കസിയാസിൻ്റെ വിരലുകളെ മറികടന്ന് പെട്രോയുടെ കാലുകളിലേക്ക്. പെട്രോ അനായാസം പന്ത് വരയിലേക്ക് തട്ടിയിട്ടു. സ്കോർ 2-0. ക്യാമ്നോ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. കളിയുടെ വിധിയും ഏതാണ്ട് തീരുമാനമായി. കളി കൈവിട്ടുപോയതോടെ ഗ്രൗണ്ടിൽ നാടകീയത കൊടുമ്പിരി കൊണ്ടു. 30-ാം മിനിറ്റിൽ ത്രോ ഇൻ എടുക്കാൻ വന്ന ക്രിസ്ത്യാനോ പന്ത് കയ്യിലെടുത്ത ബാഴ്സ കോച്ച് പെപ് ഗാർഡിയോളയെ തള്ളിമാറ്റി. അതോടെ കറ്റാലൻ കോട്ട കത്തിയമർന്നു. ഗോളിയായ വിക്ടർ വാൾഡേസ് തൻ്റെ പോസ്റ്റിൽ നിന്ന് ഓടിയെത്തി റൊണാൾഡോയുടെ നെഞ്ചിലേക്ക് പാഞ്ഞു കയറി. ഇനിയസ്റ്റയും പുയോളും അയാൾക്കൊപ്പം ചേർന്നു. പുൽത്തകളിൽ കളിക്കാർ പരസ്പരം വാക്കേറ്റവും ഉന്തും തള്ളുമായി യുദ്ധം തുടങ്ങി. പക്ഷേ ആ അഗ്രസീവ് മെൻറ്റാലിറ്റി ബാഴ്സയുടെ താളത്തെ ഒരു തരിമ്പ് പോലും കുറച്ചില്ല. ആ രാത്രിയിൽ ക്യാമ്നോവിൽ ലയണൽ മെസ്സിയെ വെച്ച് പെപ്പ് ഒരു സർപ്രൈസ് പാക്കേജ് ഒരുക്കിയിരുന്നു. റയലിൻ്റെ കണക്കുകൂട്ടലുകളെയെല്ലാം തെറ്റിച്ച രാജതന്ത്രം. മെസ്സി വെറും ഒരു സ്ട്രൈക്കറോ ഫോർവേഡോ മാത്രമായിരുന്നില്ല. കളിയുടെ സകല നിയന്ത്രണങ്ങളും വിരൽത്തുമ്പിലൊരുക്കിയ ഒരു മഹാവിസ്മയമായിരുന്നു. പെപ്പിൻ്റെ ഫോൾസ് നയൻ തന്ത്രത്തിൽ മുന്നേറ്റ നിരയിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്ന മെസ്സിയെ എങ്ങനെ പൂട്ടണമെന്ന് റയലിൻ്റെ സെൻട്രൽ മിഡ്ഫീൽഡർമാർക്കോ ഡിഫൻഡർമാർക്കോ ഒരു പിടിയും കിട്ടിയില്ല. പന്തുമായി തീരുന്ന ഓരോ നിമിഷത്തിലും മെസ്സിയുടെ ഡ്രിബിങ്ങൾക്ക് മുന്നിൽ റയൽ പ്രതിരോധം ചീട്ട് കൊട്ടാരം പോലെ തകർന്നു. റിക്കാർഡോ കാർവാലോയും പെപ്പയും മെസ്സിയെ ചവിട്ടിമെതിക്കാൻ കഠിനമായി ശ്രമിച്ചെങ്കിലും ഒരു മാന്ത്രികനെ പോലെ മെസ്സി അവരെയെല്ലാം വെട്ടിത്തിരിഞ്ഞു. മഹാമാന്ത്രികൻ്റെ സംഹാര രൂപം മാഡ്രിഡുകാർ പൂർണ്ണാർത്ഥത്തിൽ കണ്ട ദിവസമായിരുന്നു അത്.
രണ്ടാം പകുതിയിൽ ബീസ്റ്റ് മോഡിലേക്ക് ഉയർന്ന മെസ്സി റയലിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ അണിയും അടിച്ചു തുടങ്ങി. 54-ാം മിനിറ്റിൽ മധ്യനിരയിൽ നിന്ന് മെസ്സി തൊടുത്ത അതിമാരകമായ ലൈൻ ബ്രേക്കിംഗ് ത്രൂ പാസ് എത്തിയത് ഡേവിഡ് വിയയുടെ കാലുകളിൽ. വിയയുടെ തകർപ്പൻ ഷോട്ട് കസിയസിനെ കടന്ന് ഒരിക്കൽ കൂടി റയൽ വലയെ ചുംബിച്ചു. സ്കോർ 3-0. വെറും 4 മിനിറ്റുകൾക്ക് ശേഷം 58-ാം മിനിറ്റിൽ വീണ്ടും അതേ മാന്ത്രികത. റയൽ ഡിഫൻസിനെ പൂർണ്ണമായി കീറിമുറിച്ച് മെസ്സി നൽകിയ രണ്ടാമത്തെ അസിസ്റ്റ്. ഡേവിഡ് വിയ പന്ത് കസിയസിൻ്റെ കാലുകൾക്കിടയിലൂടെ വലയിലേക്ക് അടിച്ചു കയറ്റി. സ്കോർ 4-0. നിന്ന നിൽപ്പിൽ ഭൂമിയങ്ങ് പിളർന്നുപോയെങ്കിൽ എന്ന് റയൽ താരങ്ങൾ ആശിച്ചിരിക്കും. 90-ാം മിനിറ്റിൽ ബോജൻ ക്രിക്കിച്ചിൻ്റെ ക്രോസിൽ നിന്ന് പകരക്കാരൻ ജെഫ്രൻ സുവാരസ് 5-ാം ഗോളും അടിച്ചു കയറ്റിയതോടെ ക്യാമ്പ് നൗ വികാരങ്ങളുടെയും ആഹ്ലാദ കണ്ണീരിൻ്റെയും പരകോടിയിലെത്തി. അപമാനഭാരം താങ്ങാനാകാതെ അഭിമാനിയായ സെർജിയോ റാമോസിന് സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. ഇഞ്ചുറി ടൈമിൽ പന്തുമായി പഞ്ഞുപോയ മെസ്സിയുടെ കാലുകളിലേക്ക് റാമോസ് പ്രതികാരം തീർക്കാൻ എന്നവണ്ണം ആഞ്ഞു ചവിട്ടി. മെസ്സി വായുവിൽ ഉയർന്നുപൊങ്ങി പുൽത്തകിടിലേക്ക് തെറിച്ചു വീണു. അതോടെ ഗ്രൗണ്ട് ഒരു കൂട്ടത്തല്ലിന് വേദിയായി. കാർലോസ് പുയോളും സാവിയും റാമോസിനെ തടയാനെത്തിയപ്പോൾ പുയോളിൻ്റെ മുഖത്തടിച്ച് തള്ളിമാറ്റിയാണ് റാമോസ് തൻ്റെ ക്രോധം തീർത്തത്. മാസങ്ങൾക്ക് മുമ്പ് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ സ്പെയിൻ ലോകകിരീടം ഏറ്റുവാങ്ങുമ്പോൾ ഒന്നിച്ചു മതിമറന്ന് ആഘോഷിച്ചവരായിരുന്നു ഇവരെല്ലാം എന്നുകൂടി ഓർക്കണം. സ്പാനിഷുകാർക്ക് എൽ ക്ലാസിക്കോ ലോകകപ്പിനും ദേശീയ ടീമിനും മുകളിലാണ് ഇന്ന് തെളിയിച്ച ദിവസം. അധികം ആലോചിക്കാതെ റഫറി റാമോസിന് നേരെ ചുവപ്പ് കാർഡും വീശി. പക്ഷേ ആ ഭ്രാന്തൻ നിമിഷത്തിലാണ് ആ ഐക്കോണിക് വാക്ക് പറക്കുന്നത്. ക്രൂരമായ ഫൗളിൻ്റെ വേദനയോടെയും അതേസമയം മുഖത്ത് യാതൊരു ദേഷ്യമോ അഹങ്കാരമോ കാണിക്കാതെയും മെസ്സി വെച്ച് ടച്ച് ലൈനിലേക്ക് നടന്നു നീങ്ങി. ക്യാമ്പ് നൗവിലെ 1 ലക്ഷത്തോളം വരുന്ന കാണികളും ജെറാർഡ് പിക്കെയും കൈകൾ വായുവിൽ ഉയർത്തിപ്പിടിച്ച് 5 വിരലുകൾ വിടർത്തിക്കാട്ടി ഉനാമാനിറ്റ എന്ന് ആർത്തു വിളിച്ചു. തൊണ്ടപൊട്ടുമാർ അവർ ഗാലറിയിൽ നിന്ന് ഡഗൌട്ടിലേക്ക് നോക്കി പരിഹസിച്ചു പാടി, ഹോസെ ഡഗൌട്ടിൽ നിന്ന് പുറത്തേക്ക് വാ. അതെ, ആ 5-0 സമ്പൂർണ്ണ അപമാന ഭാരത്തിൽ നിന്നാണ് ഹോസെ മൊറീഞ്ഞോ തൻ്റെ തീവ്രമായ പ്രതികാരത്തിന് തുറക്കമിട്ടത്. ക്യാമ്പ് നൗവിൽ മൊറീഞ്ഞോ കേറ്റത് വെറുമൊരു തോൽവിയായിരുന്നില്ല, അയാളുടെ ഈഗോ കേറ്റ ഏറ്റവും മാരകമായ പ്രഹരമായിരുന്നു. ഫുട്ബോളിൻ്റെ സൗന്ദര്യം കൊണ്ട് പെപ് ഗാർഡിയോലയുടെ വയസ്സയെ കീഴടക്കാനാകില്ലെന്ന് തിരിച്ചറിഞ്ഞ മൊറീഞ്ഞോ തൻ്റെ ട്രാക്ക് മാറ്റി. പത്രസമ്മേളനങ്ങളെ പോർക്കളങ്ങളാക്കി മാറ്റിയ മൊറീഞ്ഞോ റഫറിമാരെയും ബൈസ താരങ്ങളെയും പെപ്പിനെയും നിരന്തരം പ്രകോപിപ്പിച്ചു. ഫുട്ബോളിനെ ഒരു കായിക ഇനത്തിൽ നിന്ന് അതിരൂക്ഷമായ മനഃശാസ്ത്ര യുദ്ധമാക്കി അദ്ദേഹം മാറ്റി. വർഷങ്ങൾക്ക് ശേഷം ഐക്കർ കസിയസ് ആ രാത്രിയെ ഓർത്തെടുത്തത് ഞങ്ങളുടെ കരിയറിലെ ഏറ്റവും കറുത്ത ഭ്രാന്ത് നിറഞ്ഞ ദിനം എന്നാണ്. എന്നാൽ ബാഴ്സലോണയെ സംബന്ധിച്ച് അതൊരു സുവർണ ദിവസമാണ്. സ്വന്തം അക്കാഡമിയായ ലാമാസിയയിൽ നിന്ന് ഉയർന്നു വന്ന 8 കളിക്കാരെ വെച്ച് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ലബിനെ തരിപ്പണമാക്കിയത് അവർ തലമുറകളോളം പാടി നടന്നു.